ചരിത്രത്തിലെ പ്രധാനപ്പെട്ട യഹൂദ ഉത്സവങ്ങളിലെ ഒരെണ്ണത്തിൽ ദൈവത്തിൻ്റെ പേര് ഒരിക്കൽ പോലും പറയുന്നില്ലെങ്കിലോ? പുരിമിൻ്റെ ഉത്സവം അത് എബ്രായ മാസമായ അഡാർ മാസം, അതായത് നമ്മുടെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളാണ് അഡാർ മാസം വരുന്നത്. അഡാർ മാസം 14-ാം തീയതിയാണ് കൊണ്ടാടുന്നത്. അത് ഓർക്കുന്നത് പണ്ടത്തെ പേർഷ്യയിൽ യഹൂദരെ വംശഹത്യ ചെയ്ത് കൊന്നൊടുക്കുവാൻ പദ്ധതിയിട്ടപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയെ ഓർക്കുകയാണ് പുരിം ഉത്സവം. ഇതെല്ലാം നമ്മൾ ബൈബിളിൽ എസ്തേറിൻ്റെ പുസ്തകത്തിലാണ് നമ്മൾ വായിക്കുന്നത്. അതിൽ നമ്മൾ കാണുന്നത് ഹാമാൻ എന്ന് പറഞ്ഞ അമാലേക്കൻ യഹൂദരെ കൊന്നൊടുക്കുവാൻ തന്ത്രം മെനഞ്ഞുണ്ടാക്കിയപ്പോൾ അതിനെ പൊളിക്കുവാൻ ദൈവം എസ്തേർ രാജ്ഞിയും തൻ്റെ കസിനായ മൊർദെഖായിയെയും ദൈവം ഉപയോഗിക്കുകയാണ്. നോട്ടബിളായിട്ടുള്ള കാര്യം, എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഒരു തവണ പോലും ദൈവം യാഹ്വേ എന്ന പേര് നമ്മൾ കാണുന്നില്ല. എങ്കിൽ തന്നെ ദൈവം ഒരുക്കിയ ആ രക്ഷയെ ദൈവം കരുതി എന്നുള്ള യാഥാർത്ഥ്യത്തെ വിവരിക്കുന്ന ഒരു മനോഹരമായ സംഭവമാണ് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഉത്സവം പുതിയ നിയമത്തിൽ ഒരിടത്ത് പോലും പരാമർശിക്കപ്പെട്ടതായി നമ്മൾ കാണുന്നില്ല. എങ്കിൽ തന്നെ ബൈബിൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് യോഹന്നാൻ 5:1 കാണുന്ന ആ ഉത്സവം അത് മിക്കവാറും പുരിം ഉത്സവമായിരിക്കാമെന്നാണ് അവർ പറയുന്നത്. ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ഇറ്റേണിറ്റി. ഈ പുരിം ഉത്സവത്തിൻ്റെ ബൈബിൾ പരമായ ഉത്ഭവവും അതിൻ്റെ അർത്ഥവും ഒന്ന് നമുക്ക് തൊട്ട് നോക്കേണ്ട ആവശ്യമുണ്ട്. എസ്തേറിൻ്റെ പുസ്തകത്തിലാണ് നമ്മളിതെല്ലാം വായിക്കുന്നത്. എസ്തേറിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ മെഗില്ലാത്ത് എസ്തർ എന്ന് വെച്ചാൽ സ്ക്രോൾ ഓഫ് എസ്തർ, എസ്തറിൻ്റെ ചുരുൾ. ആ പുസ്തകം സെനഗോഗുകളിൽ ഈ ഉത്സവത്തിൻ്റെ സമയത്ത് അവർ വായിക്കും. പുരിം എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ, ആ പുരിം എന്ന് പറയുന്ന പദം തന്നെ വരുന്നത് പേർഷ്യൻ വാക്കായ പുർ എൻ്റെ ആ ഇംഗ്ലീഷ് അർത്ഥം ലോട്ട് എന്ന് വെച്ചാൽ നറുക്ക്. അത് റെഫർ ചെയ്യുന്നത് ഹാമാൻ ഈ യഹൂദരെ കൊന്നൊടുക്കുവാൻ ഏത് ദിവസമാണ് നിശ്ചയിക്കേണ്ടതെന്നുള്ളതിന് വേണ്ടി താൻ നറുക്കിട്ടു. അങ്ങനെ ആ ഒരു ദിവസമാണ് അൾട്ടിമേറ്റ്ലി യഹൂദർക്ക് വിജയത്തിൻ്റെ ഒരു ദിവസമായി മാറുന്നത്. ബൈബിളിലെ ഒരു ചരിത്രം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എസ്തറിൻ്റെ പുസ്തകത്തിൽ ഹാമാൻ എന്ന് പറഞ്ഞാൽ ആ പ്രൈം മിനിസ്റ്റർ, പേർഷ്യൻ രാജാവായ അഹശ്വേരോസ് രാജാവിൻ്റെ പ്രൈം മിനിസ്റ്ററായിരുന്ന ഹാമാൻ, താൻ നാണം കെട്ടു എന്നൊരു തോന്നൽ തനിക്ക് തോന്നി, താൻ ഇൻസൾട്ടഡായി എന്ന് തനിക്ക് തോന്നി. എപ്പോഴാണ്? മൊർദെഖായി എന്ന് പറയുന്ന യഹൂദൻ തന്നെ വണങ്ങിയില്ല. നമ്മൾ മനസ്സിലാക്കണം, യഹൂദരെ ബാബിലോണിൻ്റെ സാമ്രാജ്യത്തിലേക്ക് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ആ പറയുന്ന സ്ഥലം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വന്നപ്പോൾ ആ സമയത്ത് യഹൂദർ നേരിട്ട ഒരു പീഡ, അല്ലെങ്കിൽ ആ സമയത്ത് അവർ നേരിട്ടേക്കാമായിരുന്ന ഒരു വംശഹത്യ, അതിനെപ്പറ്റിയാണ് നമ്മളിവിടെ കാണുന്നത്, അല്ലെങ്കിൽ എസ്തേറിൻ്റെ പുസ്തകത്തിൽ കാണുന്ന ആ സംഭവങ്ങൾ. ഹാമാനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെ ഒരു അമാലേക്കനായിട്ടാണ്. അങ്ങനെ അതിനൊക്കെ ഒത്തിരി നാളുകൾക്ക് മുമ്പുള്ള ബൈബിളിൽ രേഖപ്പെടുത്തിയ ഒരു സംഘർഷത്തിലേക്കൂടാണ് അത് വിരൽ ചൂണ്ടുന്നത്. എങ്ങനെയാണ് അമാലേക്കിന് ഇസ്രായേലിനോടുള്ള ശത്രുത അത് ചരിത്രത്തിൽ പിന്നെയും ആവർത്തിച്ചു വന്നതും, അങ്ങനെ ഈവൻ ഹമാസ് ഇസ്രായേലിൻ്റെ മേൽ നടത്തിയ ആ കൂട്ടക്കൊല, അതുമായിട്ടൊക്കെയുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ്, എന്താണ് ബൈബിൾ പറയുന്നതെന്നൊക്കെയുള്ളതിൻ്റെ ആ ഒരു സന്ദേശം ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സന്ദേശത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവ കാണുമെങ്കിൽ അമാലേക്കും പിന്നെ ഈ ഒരു സംഭവം തമ്മിലൊക്കെയുള്ള ഒരു കണക്ഷനും ആ ആത്മാവിൻ്റെ വ്യാപാരം എന്താണെന്നുള്ളതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഹാമാൻ ഈ രാജാവിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. യഹൂദരെല്ലാവരും മറുതലിപ്പുകാരും അഹങ്കാരികളുമാണ്, അവരെ എല്ലാവരെയും കൊല്ലണമെന്ന്. അപ്പോൾ അങ്ങനെ ആ വംശഹത്യ നടത്തുവാൻ ഹാമാൻ നറുക്കുകൾ ഇടുക, അല്ലെങ്കിൽ പേർഷ്യൻ ഭാഷയെ പറഞ്ഞാൽ പുരിം, അത് അവൻ ഇട്ടു നോക്കുക. പക്ഷേ ഹാമാൻ അറിയത്തില്ലായിരുന്നു അഹശ്വേരോസിൻ്റെ ഭാര്യയായ എസ്തേർ രാജ്ഞി ഒരു യഹൂദയാണെന്നും തൻ്റെ കസിൻ മൊർദെഖായിയുമെല്ലാം യഹൂദരായിരുന്നു എന്ന് ഹാമാൻ അറിയത്തില്ലായിരുന്നു. എസ്തേർ അഹശ്വേരോസ് രാജാവിനോട് തൻ്റെ ജനത്തെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അഭ്യർത്ഥിക്കുക. അപ്പോൾ രാജാവിന് ഹാമാൻ നേരത്തെ ഉണ്ടാക്കിയ ഒരു ഉത്തരവിനെ തിരിച്ചെഴുതാൻ പറ്റത്തില്ല. കാരണം ഹാമാൻ നേരത്തെ ഒരു ഉത്തരവ് ഈ രാജാവിൻ്റെ ഒഫീഷ്യൽ മുദ്ര, ആ സീലെല്ലാം ഉപയോഗിച്ച് റെഡിയാക്കി, അത് പ്രകാരം യഹൂദരെ കൊല്ലണം, അങ്ങനെ ഒരു ഉത്തരവാണ് ഉണ്ടാക്കിയത്. അപ്പോൾ രാജാവിന് ആ ഒരു ഉത്തരവിനെ തിരുത്തി എഴുതാൻ സാധിക്കത്തില്ല. കാരണം പേർഷ്യൻ നിയമം അനുസരിച്ച് ഒരിക്കലും ഒരു ഉത്തരവ്, ഒരു നിയമം ഇറക്കിയാൽ അതിനെ തിരുത്താൻ സാധിക്കില്ല. അപ്പോൾ രാജാവ് ഒരു പുതിയൊരു ഉത്തരവ് ഇറക്കുകയാണ്. യഹൂദർ അവരെ കൊല്ലുവാൻ മറ്റ് ആളുകൾ വരുമ്പോൾ അവർക്ക് സ്വയം ഡിഫെൻഡ് ചെയ്യാം, അവർക്ക് സ്വയം പ്രതിരോധിക്കാം. പിന്നെ ഹാമാൻ്റെ ആ തന്ത്രം എസ്തേർ രാജ്ഞി വെളിച്ചത്തിലേക്ക് കൊണ്ടിരുന്നു. അങ്ങനെ മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിയ ആ ഗാലോസിൽ, ആ തൂക്കുമരത്തിൽ ഹാമാനെ തന്നെ കൊല്ലുകയാണ്. അപ്പോൾ പുരിമിൻ്റെ ദിവസം, അതായത് അദാർ മാസം 13-ാം തീയതിയാണ് യഹൂദർ അവർ ഡിഫെൻഡ് ചെയ്ത്, അവർ സംരക്ഷണത്തിന് വേണ്ടി അവർ പ്രതിരോധിച്ചത്. എസ്തർ 9:16-17 നമ്മൾ വായിക്കുന്നത്, രാജാവിൻ്റെ സംസ്ഥാനങ്ങളിലെ ശേഷം യഹൂദന്മാർ അദാർ മാസം 13-ാം തീയതി ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്കായി പൊരുത്
ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ് വിശ്രമം പ്രാപിച്ചു. അവർ തങ്ങളുടെ വൈരികളിൽ 75,000 പേരെ കൊന്നുകളഞ്ഞുവെങ്കിലും കവർച്ചയ്ക്ക് കൈനീട്ടിയില്ല. ആ മാസം 14-ാം തീയതിയോ അവർ വിശ്രമിച്ചു, വിരുന്നും സന്തോഷവുമുള്ള ദിവസമായിട്ട് അതിനെ ആചരിച്ചു. ആ സംഭവത്തിനോട് ചേർന്നാണ് എസ്തർ 9:12 നമ്മൾ വായിക്കുന്നത്, ഹാമാൻ്റെ 10 പുത്രന്മാരെയും കൊന്നുകളഞ്ഞു. അപ്പോൾ ഈ ഒരു വിജയത്തെ ഓർക്കുവാൻ വേണ്ടിയാണ് മൊർദെഖായി പറഞ്ഞു ഈ പുരിമിൻ്റെ ആഘോഷം എല്ലാ വർഷവും യഹൂദർ കൊണ്ടാടണമെന്ന്. ബൈ ദ വേ, ഇപ്രകാരമുള്ള കണ്ടൻറ്റൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനും പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ എനേബിൾ ചെയ്യണം. അപ്പോൾ ഇപ്രകാരമുള്ള സന്ദേശങ്ങൾ പോസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്കുടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ അതോടൊപ്പം ബൈബിളിൽ കാണുന്ന ഉത്സവങ്ങളും അവയും ക്രിസ്തീയ കണക്ഷൻ, വീണ്ടും ജനിച്ച ദൈവമക്കളായ നമ്മളും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പല സന്ദേശങ്ങളും ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സന്ദേശങ്ങൾ അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ആഘോഷത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാനുക്കയുടെ ഉത്സവം പോലെ തന്നെ പുരിമിൻ്റെ ഉത്സവം ഒരു നാഷണൽ ഹോളിഡേ, ഒരു അവധിയായിട്ടാണ് പിന്നെ ഉടലെടുത്തത്, അല്ലാതെ മതപരമായിട്ടുള്ള ഒരു ഉത്സവമായിട്ടല്ല. പക്ഷേ എങ്കിൽ തന്നെ ചില പ്രത്യേക പ്രാർത്ഥനകളും എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനകളുമൊക്കെയും അവർ ആ ദിവസങ്ങൾ നടത്തും. ഈ ഒരു സെലിബ്രേഷനിൽ ഉൾപ്പെട്ടതാണ് ഫുഡ് ഗിഫ്റ്റായിട്ടുള്ള രീതിയിൽ ഫ്രണ്ട്സിന് കൊടുക്കും, അതായത് ഭക്ഷണം ഗിഫ്റ്റായിട്ടുള്ള രീതിയിൽ കൊടുക്കും. പിന്നെ പാവപ്പെട്ടവർക്ക് ചാരിറ്റി നടത്തും. പിന്നെ വലിയ ആഘോഷപരമായിട്ടുള്ള മീൽസ്, വലിയ ഭക്ഷണങ്ങളും ആഘോഷങ്ങളും ഒക്കെയും അവരെ നടത്തും. എസ്തറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഓഡിയൻസ് എല്ലാവരും കൂടെ ചേരും. എന്നിട്ട് മൊർദെഖായിയുടെ പേര് പറയുമ്പോൾ അവരെല്ലാവരും ആഘോഷിക്കുന്ന വിധത്തിലുള്ള ശബ്ദമുണ്ടാക്കും. പക്ഷേ ഹാമാൻ്റെ പേര് പറയുമ്പോഴോ അവർ ഉച്ചത്തിൽ ഷൗട്ട് ചെയ്യും. ആ ഹാമാൻ്റെ പേര് കേൾക്കാതിരിക്കത്തക്കവണ്ണമുള്ള ശബ്ദങ്ങൾ അവരുണ്ടാക്കും. പിന്നെ അതിൻ്റെ കൂടെ തടി കൊണ്ടുണ്ടാക്കിയ നോയ്സ് മേക്കേഴ്സ്, അതിനവർ വിളിക്കുന്നത് രാഷാൻ അല്ലെങ്കിൽ ഗ്രാഗേഴ്സ്, അവയെ ഉപയോഗിച്ച് ഹാമാൻ്റെ പേര് കേൾക്കാത്ത പരുവത്തിലുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ ഈ ഒരു പുരിമിൻ്റെ ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട ചില ആചാരങ്ങളും പാരമ്പര്യങ്ങളുമാണ്. പുരിം വലിയൊരു പാർട്ടി പോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. പിന്നെ എസ്തേറിൻ്റെ ആ ഒരു സംഭവമെല്ലാം ആ എസ്തേറിൻ്റെ ചുരുളിൽ നിന്ന് അവർ വായിക്കും. പിന്നെ തടി കൊണ്ടുണ്ടാക്കിയ ആ നോയ്സ് മേക്കർ ഉപയോഗിച്ച് ഹാമാൻ്റെ പേര് കേൾക്കാത്ത പരുവത്തിൽ ശബ്ദമുണ്ടാക്കും. സുഹൃത്തുക്കൾക്ക് ഭക്ഷണവും പാനീയങ്ങളും ഒക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കും. പാവപ്പെട്ടവർക്ക് ചാരിറ്റി സഹായം ചെയ്യും. പിന്നെ വലിയ രീതിയിലുള്ള ഹോളിഡേ മീൽസ്, ആഘോഷപരമായിട്ടുള്ള ഭക്ഷണവുമൊക്കെയും അവർ ഭക്ഷിക്കും. കുഞ്ഞുങ്ങളും മുതിർന്നവരും എല്ലാവരും ഡ്രസ്സ് ചെയ്ത് ആ എസ്തേറിനെ പോലെ മറഞ്ഞിരുന്ന ആ ഐഡൻറ്റിറ്റിക്ക് പ്രതീകാത്മകമായി സിംബലൈസ് ചെയ്യുന്ന വിധത്തിലുള്ള ഡ്രസ്സൊക്കെയും അവർ ധരിക്കും. അതോടൊപ്പം 3 കോർണേഴ്സുള്ള ഫ്രൂട്ട് അല്ലെങ്കിൽ പോപ്പി സീഡ്സ് ഒക്കെ നിറച്ച പേസ്ട്രികൾ അവർ ഭക്ഷിക്കും. അത് സിംബലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് പ്രതീകാത്മകമായി കാണിക്കുന്നത് ഹാമാൻ്റെ തൊപ്പിയോ അല്ലെങ്കിൽ ഹാമാൻ്റെ ചെവിയോ ആണ്. പിന്നെ പുരിമിൻ്റെ ഒരു ദിവസം മുന്നേ ഒരു ഉപവാസവും അവർ ആചരിക്കും. ഈ പുരിമിൻ്റെ ബൈബിൾ പരമായ വേദശാസ്ത്രപരമായ നമ്മൾ ഒരർത്ഥം നോക്കുകയാണെങ്കിൽ ഈ പുരിമിൻ്റെ ഈ ഒരു സംഭവം തന്നെ ചരിത്രപരമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതിൽ ഈ തിരുവഴുത്തിൽ ഉടനീളം കാണാവുന്ന ഒരു പാറ്റേണിനെയാണ് വെളിപ്പെടുത്തുന്നത്. അതായത് ദൈവം തൻ്റെ സാന്നിധ്യം വ്യക്തമായിട്ട് കാണുന്നില്ല എങ്കിൽ കൂടി പിമ്പിലിരുന്ന് ശക്തമായി പ്രവർത്തിക്കുന്നു എന്ന സത്യമാണ് വിളിച്ചു പറയുന്നത്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, ദൈവം അല്ലെ യാഹ്വേ എന്ന ആ പേര് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. എങ്കിൽ തന്നെ ദൈവത്തിൻ്റെ കരുതൽ ഉടനീളം നമുക്കതിൽ കാണാം. ലീഡേഴ്സിൻ്റെ ഉയർച്ചയും വീഴ്ചയും, പിന്നെ കറക്റ്റ് സമയത്ത് ദൈവം കറേജ്, ധൈര്യം കൊടുക്കുന്നത്, പിന്നെ നാശത്തിനായിട്ട് ഒരുക്കിയ ഒരു ഡിക്രി, ഒരു ഉത്തരവ് തിരിഞ്ഞ് രക്ഷയ്ക്കായിട്ട് എങ്ങനെ ദൈവം കൊണ്ടുവരുന്നു, എല്ലാം നമുക്കതിൽ കാണാം. ഓർഡിനറിയായി സാധാരണയായി കണ്ട ഒരു കാര്യമാണ് വിടുതലായി ദൈവം യഹൂദ ജനത്തിന് വേണ്ടി ഒരുക്കിയത്. ഈ ഒരു പാറ്റേൺ ബൈബിളിലെ ആ നാരറ്റീവിൽ ആദ്യം മുതൽ അവസാനം വരെയും നമുക്ക് കാണാം. അതായത് വീണ്ടെടുപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം, അതിൻ്റെ മുഴുവനുമായിട്ടുള്ള അളവ് നമ്മൾ അപ്പോൾ കണ്ടില്ല എങ്കിൽ കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യൻ്റെ കാഴ്ചയിലോ മനുഷ്യൻ്റെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല. പുരിമെന്ന് പറയുന്നത് ഭൂതകാലത്തെ പറ്റിയുള്ളൊരു കാര്യം മാത്രമല്ല, അത് ഏതൊരു കാലഘട്ടത്തിലും വിശ്വാസം അനിശ്ചിതത്തെ അതിജീവിക്കണം എന്ന ഒരു കാര്യത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ദാറ്റ് ഫെയ്ത്ത് മസ്റ്റ് എൻഡ്യൂർ അൺസർട്ടൻറ്റി. എസ്തറും യഹൂദരും ഒരുമിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രീതി കൊടുക്കുകയാണ് എസ്തറിന്. തൻ്റെ ഭർത്താവായ രാജാവിൻ്റെ മുമ്പാകെ പോയി നിൽക്കുവാൻ എസ്തറിന് ദൈവം പ്രീതി, ഗോഡ് ഈസ് ഗിവിങ് ഫേവർ ടു എസ്തർ. അങ്ങനെ ദൈവം പിമ്പിലിരുന്ന് പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ ജനമായ യഹൂദ ജനത്തിനു വേണ്ടി രക്ഷ അവിടെ ഒരുക്കുകയായിരുന്നു. ഈ സാഹചര്യങ്ങളിൽ വ്യക്തത നമ്മൾ കാണുന്നില്ല എങ്കിലും ദൈവം സൈലൻ്റായി ഇരിക്കുകയാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിലും എസ്തറിൻ്റെ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമ്മളോട് മനസ്സിലാക്കിച്ചു തരുന്ന ഒരു സത്യം,
വിശ്വാസികളായ നാം ദൈവത്തിൻ്റെ നടത്തിപ്പിൽ ആശ്രയിക്കണം. പിമ്പിലിരുന്ന് ദൈവം പ്രവർത്തിക്കുന്നു, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് റോമർ 8:28 ബൈബിൾ പറയുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. കണ്ടോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവഹിതപ്രകാരം വിളിക്കപ്പെട്ടവർക്കും എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്, അത് ദൈവം നമ്മുടെ നന്മയ്ക്കായിട്ടത്രേ കൂടി വ്യാപരിപ്പിക്കുന്നത്. ഒരു ആമേൻ പറയാമോ? പുരീമിൻ്റെ ഉത്സവം നമ്മളെ ഓർമ്മപ്പെടുത്തുക മാത്രമല്ല, നമുക്ക് കുറച്ചും കൂടെ ഉറപ്പ് നൽകുക, ആ സംഭവങ്ങൾ തന്നെ നമുക്ക് ഉറപ്പ് നൽകുക. അതായത് ഭൂതകാലത്ത് ദൈവം എങ്ങനെയാണോ വിശ്വസ്തനായി ഇരുന്ന് തൻ്റെ മക്കളെ കരുതുകയും സംരക്ഷിക്കുകയും ചെയ്തത്, അതുപോലെ തന്നെ ഇനി മുന്നോട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തി പെട്ടെന്ന് നമ്മൾ കണ്ടില്ല എങ്കിലും പിമ്പിലിരുന്ന് ബിഹൈൻഡ് ദ സീൻസ് ദൈവം തൻ്റെ കരത്താൽ നമ്മളെ നയിക്കുകയും കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്നൊരു ഉറപ്പാണ് നമുക്ക് ദൈവം തരുന്നത്. ആൻഡ് ഇത് തന്നെയായിരിക്കണം പുരീമിൻ്റെ നിലനിൽക്കുന്ന സന്ദേശവും. ദൈവത്തിൻ്റെ പ്രവൃത്തി പെട്ടെന്ന് നമ്മുടെ കണ്ണിൻ്റെ മുമ്പാകെ കണ്ടില്ല എങ്കിൽ തന്നെ അത് വ്യക്തമാണ്. ആ സ്റ്റോറി മുഴുവനുമായിട്ടും നടന്നു കഴിയുമ്പോൾ, അതായത് സംഭവങ്ങൾ നടന്നു കഴിയുമ്പോൾ ദൈവം പ്രവർത്തിച്ചു എന്ന് വ്യക്തമാവും. ചിലപ്പോൾ വിശ്വാസമെന്ന് പറയുന്നത് ഇറ്റ്സ് ലേണിംഗ് ടു റെക്കഗ്നൈസ് പ്രോവിഡൻസ് ഒൺലി ആഫ്റ്റർ ദ റിവേഴ്സൽ ഹാസ് കം. സാഹചര്യങ്ങൾ നാശത്തിന് എന്ന് സംഭവിക്കും എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ദൈവം നന്മയ്ക്കായിട്ട് കാര്യങ്ങളെല്ലാം വരുത്തി തീർത്തതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ദൈവം യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചിരുന്നു, ദൈവം ഇറങ്ങി അവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് നമുക്ക് മനസ്സിലാകുകയും അങ്ങനെ വിശ്വാസത്തെ കുറച്ചും കൂടെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. ആമേൻ. ഈ ഒരു സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.